ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഡിസിഷൻസ് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുക? അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷനുകളെ ഈസൻഹൗ മെട്രിക്സ് യൂസ് ചെയ്ത് ക്രമീകരിക്കാൻ പറ്റും. ഈസൻഹൗ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്കുകളെ, നിങ്ങളുടെ ഡിസിഷൻസിനെ ഒരു 4 ക്വാഡ്രൻ്റായിട്ട് തിരിക്കാം. ഇതിൽ ആദ്യത്തെ ക്വാഡ്രൻറ്റിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഡു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രയോറിറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ അർജൻറ്റ് അല്ലാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണം, പക്ഷേ ഇതിപ്പോൾ അർജൻറ്റ് ആയിട്ടുള്ള കാര്യമില്ല, ചെയ്ത് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്ന, സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ നിങ്ങൾ വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വാഡ്രൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് അർജൻറ്റാണ്, പക്ഷേ എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നാലാമത്തെ ക്വാഡ്രൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. അതിലെഴുതുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. കാര്യം അത് ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഈ ഒരു ക്വാഡ്രൻറ്റ് യൂസ് ചെയ്യുന്ന വഴി ഇഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസിഷൻസ് ഉണ്ടാക്കാനും ടൈമിനെ മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ വിജുവൽ വിത്ത് ബോബ്.